തൃശൂർ ആളൂരിൽ പോലീസ് സംഘത്തിന്റെ വാഹനമിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചാലക്കുടി സ്വദേശിയായ 16-കാരനും 18-കാരനുമാണ് പരിക്കേറ്റത്. ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന കുട്ടികളെ പിറകിൽ നിന്ന് വന്ന ഡാൻസ് ഓഫ് സംഘത്തിന്റെ വാഹനം ഇടിക്കുകയായിരുന്നു. പോലീസ് വാഹനം അമിതമായ വേഗതയിൽ വന്ന് ഇടിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആനത്തരത്തിലാണ് അവരുടെ വീട്. അപ്പൊ അങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് തിരിയുന്ന സമയത്ത് അവര് സ്ലോ ചെയ്ത് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് വണ്ടി തിരിച്ചത്. അതേസമയം തൊട്ട് ബാക്കിലുണ്ടായിരുന്ന കാർ സ്ലോ ചെയ്യും. എന്നാൽ അതിൽ തൊട്ട് പിറകിൽ വന്ന പോലീസ് വാഹനം ബൊലേറോ അത് ആ വാഹനത്തിന് കാരണം മറികടന്ന് അമിത വേഗതയിൽ വന്ന് ഈ കുട്ടികളെ ഇടിച്ചു തെറിപ്പിക്കാനുണ്ടായത്. അതിലൊരു കുട്ടി 25 മീറ്റർ ദൂരെ പോയാണ് തെറിച്ചത്. ലെവിൻ കെ വിജയൻ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. ലെവിൻ, ഇതിൽ 16-കാരൻ്റെ നില ഒരു അല്പം ക്രിട്ടിക്കലാണ് എന്ന് നേരത്തെ വിശദാംശങ്ങൾ ലഭിച്ചിരുന്നു. എങ്ങനെയുണ്ട് കുട്ടികളുടെ ആരോഗ്യനില? ഒപ്പം എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ഗുരുതരമായ പരിക്കുകൾ തന്നെയാണ് 2 കുട്ടികൾക്കും സംഭവിച്ചിട്ടുള്ളത്. 16-കാരനായിട്ടുള്ള കുട്ടിയുടെ പരിക്ക് ഗുരുതരമായി തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഒരുപക്ഷെ ജീവൻ പോലും അപായത്തിലാവുന്ന വിധത്തിലുള്ള പരിക്കാണ് കുട്ടിക്ക് ഏറ്റതെന്നും ആശുപത്രി അധികൃതർ, എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടി കഴിയുന്നത്. അവിടെ നിന്നുള്ള ആശുപത്രി അധികൃതർ ബന്ധുക്കളെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങൾ നടക്കുന്നത് ഇന്നലെയാണ്. ഇന്നലെ രാവിലെ 11:30യോടുകൂടിയാണ് ഈ കുട്ടികൾ സഞ്ചരിച്ച ഇലക്ട്രിക് സ്കൂട്ടറിൽ പിന്നിൽ നിന്നും എത്തിയ പോലീസ് ജീപ്പ് ഇടിക്കുന്നത്. ഈ വാഹനം ഓടിച്ച ഡ്രൈവറുടെ അമിത വേഗതയാണ് അപകടത്തിന് ഇടയാക്കിയിട്ടുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കോട്ട ഇരിങ്ങാലക്കുട പബ്ലിക് റോഡ് കിഴക്കു നിന്നും പടിഞ്ഞാറേക്ക് പോയ വാഹനമാണ് എതിർദിശയിൽ വന്ന സ്കൂട്ടർ കുട്ടികൾ ഓടിച്ച ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പിൻവശത്ത് ഇടിച്ചിട്ടുള്ളത്. വാഹനം ഒരു വളവ് തിരിഞ്ഞ് മറ്റൊരു വാഹനത്തെ മറികടന്ന് മുന്നോട്ട് വരുന്നതിനിടയിൽ റോഡിന്റെ ഒരു വശത്ത് നിന്നും വലതുഭാഗത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കുട്ടികൾ തിരിയുന്ന സമയത്താണ് പിന്നിൽ നിന്ന് വന്ന് ഇടിച്ചത്. ഇരിങ്ങാലക്കുട ജില്ലാ പോലീസ് റൂറൽ പോലീസിന്റെ ആസ്ഥാനത്തേക്ക് എത്തിയ ചാലക്കുടി ഡാൻസ് ഓഫ് സംഘത്തിന്റെ വാഹനമാണ് ഇടിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അശ്രദ്ധമായും മനുഷ്യജീവൻ ആപത്തുണ്ടാക്കുന്ന തരത്തിലും വാഹനം ഓടിച്ചതിനെതിരെ ഇപ്പോൾ പോലീസ് തന്നെ കേസെടുത്തിട്ടുണ്ട്. ഡ്രൈവർ ജുബിൻ രാജു വാഹനത്തിന്റെ ഡ്രൈവറെ പ്രതിയാക്കിക്കൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. ഈ കുട്ടികളിൽ 15 വയസ്സുകാരനായ ജുബിൻ രാജുവിനും അനന്തകൃഷ്ണൻ 16 വയസ്സുകാരനായ അനന്തകൃഷ്ണനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇരുവരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 പേരുടെയും നില ഗുരുതരമായി തന്നെയാണ് ബന്ധുക്കളും മറ്റും പറയുന്നത്. തൃശൂർ റൂറൽ പോലീസും ആളൂർ പോലീസുമാണ് സംഭവത്തിൽ കേസെടുത്തത്. ഏതായാലും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിലടക്കം ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലീസ് ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകുന്നില്ല, മറിച്ച് ഒരു കേസ് എടുത്തിട്ടുമുണ്ട്. ആനന്ദ്. ശരി, ലെവിൻ കെ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.